ദൈവം കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണം നമുക്ക് എല്ലാവരുടെയും നിത്യജീവിതത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയൊക്കെ നമ്മളുടെ കൂടെ ദൈവം ഉണ്ട്, നമ്മളുടെ കഷ്ടപ്പാടുകളിലൂടെ ആണെങ്കിലും സന്തോഷങ്ങളിലൂടെ ആണെങ്കിലും എങ്ങനെയൊക്കെ നമ്മളുടെ കൂടെ ദൈവം ഉണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. ഓരോരോ കാര്യങ്ങളിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഒരുപാട് കഷ്ടപ്പാടുകൾ മാത്രമുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സുഖത്തിൽ മാത്രം ജീവിക്കുന്ന ആളുകളുണ്ട്. നമ്മളുടെ മുൻജന്മങ്ങളിലുള്ള പാപങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഒക്കെ വിലയിരുത്തിക്കൊണ്ടാണ് ഓരോ ജന്മങ്ങളും മനുഷ്യജന്മങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഒരുപാട് ദൈവത്തിനെ വിളിക്കുന്നവരായിരിക്കാം, പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ഒരു രീതിയിലുള്ള നമസ്കാരങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥനകളോ ഒന്നും നമ്മൾ മുടങ്ങാതെ ചെയ്യുന്നവരായിരിക്കും. എന്നിരുന്നാലും നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ചില നേരത്ത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തിനെ പഴിക്കാറുണ്ട്. നമ്മൾ പറയാറുണ്ട്, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ, ഞാൻ എത്രമാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഏത് സമയവും ദൈവത്തിനെ വിളിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നു, എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വരുന്നത്? ഒരു നിമിഷമെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും, ഒരു നേരമെങ്കിലും പറയാത്തവരുണ്ടാകില്ല ജീവിതത്തിൽ. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം. കാരണം നമ്മുടെ ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു മനുഷ്യജന്മമാണെങ്കിൽ ഒരു കുന്നുണ്ടെങ്കിൽ അതിനൊരു ഇറക്കമുണ്ട്, ആ ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റമുണ്ടാകും. അതുപോലെ തന്നെ മനുഷ്യജന്മങ്ങൾ സുഖവും ദുഃഖവും ഇടകലർന്ന് ഉള്ളതാണ്. നമ്മൾ എപ്പോഴും ഒരു വീഴ്ച ഉണ്ടായാലേ നമ്മൾ എഴുന്നേൽക്കാൻ പഠിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് സുഖങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ദൈവത്തിനെ മറക്കും. ദുഃഖങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് ആരെക്കുറിച്ചും എപ്പോഴും നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് നമുക്കൊരു ചിന്ത വരികയുള്ളൂ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളുടെ വീട്ടിലേക്ക് ആരെങ്കിലും കയറി വരികയാണെങ്കിൽ വിശന്ന് വരുന്നവരെയും അല്ലാത്തവരെയും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമുക്കുണ്ട്. വിശന്ന് വലഞ്ഞു വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ നമ്മൾ മടി കാണിക്കരുത്. തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ കയറി വരുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളവും അവർക്ക് വയറ് നിറച്ച് ആഹാരവും കൊടുത്ത് പറഞ്ഞു വിടുക. ദൈവത്തിൻ്റെ പരീക്ഷണങ്ങൾ ഏത് വഴി നമുക്ക് കടന്നു വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഏതൊക്കെ വഴിയിലൂടെ നമ്മളെ സുഹൃത്തുക്കളെ നമ്മൾ സഹായിക്കുന്നത്, അതുപോലെ നമ്മളെ കുടുംബത്തിനെ നമ്മൾ സഹായിക്കുന്നത്, നമ്മളെ എല്ലാം നമുക്കൊരു പരീക്ഷണങ്ങളാണ്. ചില സമയത്ത് നമ്മൾ ദൈവത്തിനെ ഒരുപാട് നേരം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാകാം, പക്ഷെ നമുക്ക് അപ്പം തന്നെ ദൈവം ഒരു പരീക്ഷണം തരും, എന്തെങ്കിലും ഒരു കഷ്ടപ്പാടുകൾ നമുക്ക് തരും. അപ്പം നമ്മളത് ഓവർകം ചെയ്യുന്നുണ്ടോ എന്ന് ദൈവം നമ്മളെ നിരീക്ഷിക്കും. ഈ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചാൽ നമ്മൾ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണ്. ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവർ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല. അവർ ദൈവത്തിൻ്റെ കൈകളിൽ സുരക്ഷിതരാണ്. കാരണം ദൈവം പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ നിത്യം വിളക്ക് കത്തിക്കുന്നവരും നിത്യം പ്രാർത്ഥിക്കുന്നവരുമാണെങ്കിൽ നമുക്ക് ഒരു മടി, അലസത, ക്ഷീണം, അതുപോലെ പിറ്റേ ദിവസം നമ്മളെ വിളക്ക് കത്തിക്കാൻ പറ്റാത്ത രീതിയിലാക്കി തീർക്കുക, ഇതൊക്കെ ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളാണ്. നമുക്ക് വിഷമങ്ങൾ വരുമ്പോൾ അതും നമ്മൾ ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളാണ്. ഇതിൽ നിന്നൊക്കെ ഈ പരീക്ഷണങ്ങളെല്ലാം നമ്മൾ മറികടക്കണം. നമുക്കൊരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു വിഷമം വരുമ്പോൾ നമ്മൾ ദൈവത്തിനോട് ഉറച്ച ആത്മവിശ്വാസത്തിൽ നമ്മൾ പറയുക, ഇത് അങ്ങയുടെ പരീക്ഷണം മാത്രമാണ്, ഇതിൽ ഞാൻ വിജയിക്കും, ഞാൻ മുന്നോട്ട് തന്നെ പോകും, ഞാനിതിൽ തളരില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് വിജയം കൈവരിക്കാനാകും. ദൈവം നമ്മളുടെ കൂടെ ഉണ്ടാകും. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണമായിട്ടൊരു കഥ പറഞ്ഞു തരാം. ശിവനും പാർവതിയും ഭഗവാനും ദേവിയും കൂടി ഒരു വിശ്രമവേളയിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് എല്ലാവരെയും കാണാം. അപ്പോൾ ദൈവത്തിൻ്റെ, അതായത് ഭഗവാനെ വിളിച്ച് ഏത് സമയവും പ്രാർത്ഥിക്കുന്ന ഭഗവാന്റെ ഒരു ഭക്തൻ ഒരു മരത്തിൽ കയറുകയും ആ മരത്തിൽ കയറിയതിന് ശേഷം
ആ മരത്തിൽ ഇരുന്ന കമ്പ് തന്നെ വെട്ടുകയും അത് മരം മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴോട്ട് വീഴാൻ ഒരുങ്ങുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ദേവി ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ രക്ഷിക്കണം, അങ്ങേ ഏതു നേരവും വിളിച്ച് അപേക്ഷിക്കുന്ന അല്ലെങ്കിൽ വിളിച്ച് അങ്ങയുടെ ഒരു ഭക്തനാണ്, ആ ഭക്തനെ അങ്ങ് അവിടുന്ന് രക്ഷിക്കണം, അയാൾ ഇപ്പോൾ മരത്തിൽ നിന്ന് താഴോട്ട് വീഴും, അയാളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് ഭഗവാനോട് ദേവി പറയും. അപ്പോൾ ഭഗവാൻ ദേവിയോട് പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അയാൾ നിലത്തോട്ട് വീഴുമ്പോൾ അയാളുടെ അമ്മയെ വിളിച്ച്, അതായത് അമ്മയെ വിളിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ദേവിയെ വിളിച്ച്, അമ്മേ എന്ന് വിളിച്ച് അയാൾ താഴോട്ട് വരികയാണെങ്കിൽ ഞാൻ അയാളെ രക്ഷിക്കും. നേരെ മറിച്ച് അയാൾ അയ്യോ എന്നാണ് വിളിക്കുന്നത് എങ്കിൽ അയാളെ എനിക്ക് രക്ഷിക്കാൻ നിർവാഹമില്ല. കാരണം അയ്യോ എന്ന് പറയുന്നത് ചെകുത്താനായിട്ടും അമ്മേ എന്ന് പറയുന്നത് പുണ്യമായിട്ടുമാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാത്ത ഒരു കാര്യങ്ങളായിരിക്കും. നമ്മൾ എവിടെയെങ്കിലും വീഴുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് തട്ടുകയോ ചെയ്യുകയാണെങ്കിൽ ഉടനടി നമ്മൾ അയ്യോ അല്ലെങ്കിൽ അമ്മേ അല്ലെങ്കിൽ ദൈവമേ ഇങ്ങനെയായിരിക്കും നമ്മൾ വിളിക്കുക. അപ്പോൾ ആ വിളിയിൽ തന്നെ ദൈവം നമ്മളുടെ കൂടെ ഉണ്ടോ എന്നുള്ളത് ഈ കഥ ഒരു ഉദാഹരണം തന്നെയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് നിരീക്ഷിക്കാവുന്നതും പരീക്ഷിക്കാവുന്നതുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അയ്യോ എന്നാണ് വിളിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിനെ വിളിക്കുകയോ സ്വന്തം അമ്മയുടെ പേര് വിളിക്കുകയോ അല്ലെങ്കിൽ അമ്മേ എന്ന് വിളിക്കുകയോ ചെയ്യുക. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു കരങ്ങൾ ഒരു 7 ദിവസം അത് ശീലിക്കുകയാണെങ്കിൽ അതൊരു ശീലമായി മാറുകയും ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരായിട്ട് ഇരിക്കുകയും ചെയ്യും. പരീക്ഷണങ്ങൾ എന്നും നമ്മൾക്ക് ഉണ്ടാകും. നമ്മൾക്കൊരു വിജയമുണ്ടെങ്കിൽ എന്താകും, ഒരു തോൽവി ഉണ്ടാകും. ആ തോൽവിയിൽ നിന്ന് നമുക്ക് വിജയത്തിലേക്ക് കുതിച്ചുയരാനാണ് ഈ പരീക്ഷണങ്ങളൊക്കെ ദൈവം നമുക്ക് തരുന്നത്. ഇത് നമുക്ക് തരണം ചെയ്ത് പോകാൻ തന്നെ സാധിക്കും. കാരണം ഈ പരീക്ഷണങ്ങൾ നമുക്ക് വിജയിച്ചാൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യത്തിലും മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പരീക്ഷണം എന്നും നമുക്കുണ്ടാകും. അതുകൊണ്ട് ഒരു കഷ്ടപ്പാടുകളിലും ഒരു ദുഃഖങ്ങളിലും നമ്മൾ ദൈവത്തിനെ അല്ലെങ്കിൽ എന്താണ് ഈ കഷ്ടപ്പാട് തന്നത് എന്ന് ഓർത്ത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിലപിക്കേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. നമ്മളെപ്പോഴും നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. കാരണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവം പരീക്ഷണങ്ങൾ കൊടുക്കുകയുള്ളൂ. നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. എന്നും എല്ലാവരും പൂർണ്ണരല്ല. കാരണം ദൈവം നമ്മളുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഒരാളെയും ദൈവം കൂടുതലായിട്ടും കുറവായിട്ടും പരീക്ഷിക്കുകയോ നിരീക്ഷിക്കുകയോ രക്ഷിക്കുകയോ ചെയ്യുന്നില്ല. നമ്മൾ 2 പേർ കൈകൂപ്പി നിന്ന് ഒരേ കാര്യം ഒരേ സമയം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ചിലർ പ്രാർത്ഥിക്കുന്ന കാര്യം പെട്ടെന്ന് നടക്കുകയും ചിലർ പ്രാർത്ഥിക്കുന്ന കാര്യം സാവകാശം നടക്കുകയും ചെയ്തത് കൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങൾ അവരുടെ മേൽ ഇല്ല എന്നല്ല. ചിലർ പ്രാർത്ഥിക്കുന്നത് പെട്ടെന്ന് നടക്കുന്നത് അവർ ചെയ്ത മുൻജന്മ സുഹൃതങ്ങൾ കൊണ്ടാണ്. അവർക്ക് പെട്ടെന്ന് പ്രാർത്ഥനകൾ ഫലിക്കുന്നതും ആ പ്രാർത്ഥന ഫലിക്കാത്തവർക്ക് മുൻജന്മ പാപങ്ങൾ കൂടുതൽ ഉള്ളത് കൊണ്ടും